മൈഗ്രെയിൻ എന്ന് പറഞ്ഞാൽ വെറും ഒരു തലവേദന മാത്രമല്ല, കൂടെ ഛർദ്ദിക്കാൻ വരിക, വെളിച്ചവും ശബ്ദവും കേൾക്കുമ്പോൾ ബുദ്ധിമുട്ട് തോന്നുക, കണ്ണിന് മുന്നിൽ മിന്നലാട്ടങ്ങൾ ഉണ്ടാവുക. ഇതൊക്കെ എന്തുകൊണ്ടാണെന്ന് ആലോചിച്ചിട്ടുണ്ടോ? കാരണം മൈഗ്രെയിൻ വെറും ഒരു തലവേദനയല്ല, അതൊരു സങ്കീർണമായ ബ്രെയിൻ ഡിസോർഡർ ആണ്. ഒരു മൈഗ്രെയിൻ അറ്റാക്ക് ഉണ്ടാകുമ്പോൾ നമ്മുടെ തലച്ചോറിൽ ചില പ്രധാന മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ആദ്യമായി തലച്ചോറിലെ നാഡീകോശങ്ങൾ പെട്ടെന്ന് അമിതമായി പ്രവർത്തിക്കാൻ തുടങ്ങും. ഇതൊരു ചെറിയ മിന്നൽ തരംഗം പോലെ തലച്ചോറിലൂടെ പടരും. ഇതിനെയാണ് നമ്മൾ ഓറ എന്ന് വിളിക്കുന്നത്. ചിലർക്ക് കണ്ണിന് മുന്നിൽ വെളിച്ചം മിന്നുന്നതും വരകൾ കാണുന്നതും ഒക്കെ ഇതുകൊണ്ടാണ്. തൊട്ടു പിന്നാലെ മുഖത്തെ വേദനയും സ്പർശനവും ഒക്കെ നിയന്ത്രിക്കുന്ന ട്രൈജമൈനൽ നെർവ് ഉണരുകയായി. ഈ ഞരമ്പ് ഉത്തേജിക്കപ്പെടുമ്പോൾ തലച്ചോറിലെ രക്തക്കുഴലുകൾക്ക് ചുറ്റും ഒരു തരം ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ വീക്കം ഉണ്ടാക്കുന്ന കെമിക്കലുകൾ റിലീസ് ചെയ്യപ്പെടും. ഈ റിലീസ് ചെയ്യപ്പെട്ട കെമിക്കലുകൾ എന്ത് ചെയ്യും? വേദനയുടെ സിഗ്നലുകളെ 10 മടങ്ങ് വർദ്ധിപ്പിക്കും. അതുകൊണ്ടാണ് മൈഗ്രെയിൻ ഉള്ള സമയത്ത് നടക്കാനോ പടികൾ കയറാനോ എന്തിന് ശക്തമായ വെളിച്ചമോ ശബ്ദമോ പോലും സഹിക്കാൻ പറ്റാത്ത അവസ്ഥ വരുന്നത്. ഇതോടൊപ്പം തന്നെ തലച്ചോറിൽ ഛർദി, മണം, വെളിച്ചം എന്നിവയൊക്കെ നിയന്ത്രിക്കുന്ന ഭാഗങ്ങളും ഈ പ്രക്രിയയിൽ പങ്കാളികളാകുന്നു. ചുരുക്കം പറഞ്ഞാൽ മൈഗ്രെയിൻ എന്നത് വെറും സ്ട്രെസ് കൊണ്ടോ രക്തക്കുഴലുകളുടെ പ്രശ്നം കൊണ്ടോ മാത്രം ഉണ്ടാകുന്ന ഒന്നല്ല. ഇത് തലച്ചോറിലെ നാഡീ വ്യവസ്ഥയെ ബാധിക്കുന്ന ഒരു മെഡിക്കൽ കണ്ടീഷനാണ്. അതുകൊണ്ട് നിങ്ങൾക്കിടയിൽ കഠിനമായ തലവേദനയും കൂടെ ഛർദിലും വെളിച്ചം കാണുമ്പോൾ ബുദ്ധിമുട്ടും ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് നിസ്സാരമായി കാണരുത്. കൃത്യമായ പരിശോധനയിലൂടെയും ചികിത്സയിലൂടെയും ഇത് മാറ്റിയെടുക്കാൻ സാധിക്കും. മൈഗ്രെയിനെ കുറിച്ചുള്ള കൂടുതൽ ആരോഗ്യ വിവരങ്ങൾക്കായി ഈ പേജ് ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യും.